എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഉണ്ടായിരുന്നില്ല അല്ലേ പാറു? കുറച്ച് ദിവസം കുറച്ച് തിരക്കിലായിരുന്നു അല്ലേ പാറു? പാറുവിൻ്റെ സ്കൂളൊക്കെ പൂട്ടിയായിരുന്നു അല്ലേ? ഞങ്ങൾ വെക്കേഷനൊക്കെ പോയി, അങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ എൻ്റെ ഓഫീസ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നോർമലായി. ഇപ്പോൾ ഞങ്ങളിത് എറണാകുളത്ത് വന്നു അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ശനിയാഴ്ചയാണ്, സാറ്റർഡേ വീക്കെൻഡാണ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് പുറത്തു പോവാണ്. പിന്നെ ഇവിടെ കലൂരിൽ സർക്കസ് ഉണ്ട് കേട്ടോ, ബോംബെ സർക്കസ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇപ്പോൾ എത്ര സമയം? 1:30 അല്ലേ? 1:30 അല്ലേ, 2:30 ആയി അല്ലേ? 2:30. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കണം. അപ്പോൾ ഇവർക്ക് മന്തി കഴിക്കണം എന്നുണ്ട്. അപ്പോൾ മന്തി കഴിക്കാൻ പോകണം അല്ലേ? മന്തി കഴിച്ചിട്ട് നാവാം നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ലേ? നല്ല വെയില്. എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കളിച്ച ചേച്ചി, അനിയന്, ചേട്ടന്മാര്, കസിൻസ് ശിഖനെയൊക്കെ കണ്ടു അല്ലേ? സുഖായില്ലേ വെക്കേഷനില്? ഇനി പരീക്ഷയ്ക്ക് പഠിക്കണം അല്ലേ? ഓക്കെ, അത് നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോയാലേ? ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോള് ലൈഫിൽ സർക്കസ് ആദ്യമായിട്ടാണ് കാണാൻ പോണ കേട്ടോ. അവള് സർക്കസ് കണ്ടിട്ടില്ല അല്ലേ ലിമോ? ഇതുവരെ ഞങ്ങൾ സർക്കസ് നമ്മളെവിടെ ഇല്ല, നാട്ടിലും ഉണ്ടായിരുന്നില്ല അല്ലേ? നീ കണ്ടിട്ടില്ലല്ലോ? അവള് കണ്ടിട്ടില്ല സർക്കസ്. സ്കൂളിൽ സർക്കസ് കുട്ടികളെ കുത്തി പറയുന്നതായിരിക്കും സർക്കസ് പറയുന്നത്. കുട്ടികള് തല കുത്തി മാറണതാണ്. അത് വീട്ടില് പാറ് തല കുത്തി മാറാറില്ലേ? അതൊക്കെ തന്നെയാണ് സ്കൂളിലും ചെയ്യണത്. പിന്നെ ഓടിയിട്ട് ഇങ്ങനെ സ്കിഡ് ചെയ്യണത്, അതൊന്നും സർക്കസ് അല്ല. അതൊക്കെ രണ്ട് ചേട്ടന്മാര് ഇങ്ങനെ നിക്കും, അതിന്റെ പുറത്ത് വേറെ ചേട്ടൻ നിക്കും, എന്നിട്ട് തന്നെ എന്നിട്ട് അതിന്റെ മേളിൽ ഇങ്ങനെ ദൈവത്തിനോട് ഡാൻസ് ആണോ? അത് ഡാൻസ് സർക്കസ് വേറെ വേറെ അല്ലേ എന്റെ പൊന്നോ? കാലുമ്മ കേറി നിക്കുന്നായിരിക്കും നമ്മുടെ ഡാൻസില് തോളത്ത് ഹോളി ക്രോസ് എന്താ ഇവിടത്തില്ലേ ഗാരേജിലിട്ടൊക്കെ അല്ല, അതിന്റെ സ്റ്റാൻഡ് അവിടെയാവും. ഇവിടെ നമ്മള് സർക്കസിൽ കാണാൻ പോണത് അവിടെ ആന ഉണ്ടാവും, പുലി ഉണ്ടാവും അല്ലേ? ഞാനൊക്കെ കുട്ടിക്കാലത്ത് എപ്പോഴോ ഒന്ന് ബോംബെന്ന് കണ്ടതാണ് സർക്കസ്. ഞങ്ങള് രാമനാട്ടുകരന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട് ബോംബെ സർക്കസ്. ഇപ്പൊ സർക്കസ് ഒന്നും ഇല്ല അല്ലേ? ഇല്ല, കുറച്ച് കഴിഞ്ഞപ്പോ അധികം കാണാറില്ല. പണ്ട് കണ്ടായിരുന്നു ചെറുപ്പകാലത്ത്. ഇപ്പൊ ഈ മോളും കാര്യങ്ങളൊക്കെ വന്നാലേ, ഇപ്പൊ ഓരോരോ സ്ഥലത്തും മോളും അതും ഈ ഷോപ്പിംഗ് കോംപ്ലക്സും അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കുട്ടികൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലേ? പോവാറില്ല. പിന്നെ മോള് തന്നെ ഉണ്ടാവും കിഡ്സിന്റെ കളിക്കാൻ, കുറെ കിഡ്സിന്റെ ഏരിയ. അത് കാരണം ഈ സർക്കസ് ഒന്നും ഇപ്പൊ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ കലൂരിലാണ്, കലൂർ സ്റ്റേഡിയത്തിന്റെ അടുത്താണ്. ഇപ്പൊ 27-ാം തീയതി വരെ ഉണ്ട്, ജനുവരി 27-ാം തീയതി വരെ. അപ്പൊ ജസ്റ്റ് ഒന്ന് മോളൊക്കെ ഒന്ന് കാണിക്കാൻ അല്ലേ? ഇങ്ങനെ സർക്കസ് എന്ന് പറഞ്ഞ സംഭവം ഒക്കെ ഉണ്ട് അറിയാലോ അല്ലേ? നിനക്കറിയോ എന്താ സർക്കസിൽ ഉണ്ടാവുക? മോളുടെ വിചാരം സർക്കസ് എന്ന് പറഞ്ഞ തലകുത്തി യൂട്യൂബിൽ കണ്ടുണ്ടോ? പിന്നെ കിടക്കണത് അതുപോലെയൊക്കെ കാണാട്ടോ. ജോക്കറൊക്കെ ഉണ്ടാവും കേട്ടോ, തമാശ ഒക്കെ ഉണ്ടാവും. അതാ പറഞ്ഞ പാറ് കണ്ടിട്ടില്ലല്ലോ ജോക്കറിനെ. ജോക്കറാക്കിയാ പോലെ അത്ര ഇല്ലല്ലോ. മുടി ഇതാര് വെട്ടിയതാ മുടി? എന്തിനാ അങ്ങനെ വെട്ടിയത്? എന്താവാനാ വെട്ടിയത്? അല്ല, എന്തോ ഒന്ന് പറഞ്ഞിട്ടാണല്ലോ വെട്ടിയത്. എന്ത് കുട്ടിയാവണെന്നാ? മാമാട്ടി കുട്ടി അമ്മ ആവണമെന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് പാറു ഒറ്റയ്ക്ക് വെട്ടിയതാണല്ലേ? പക്ഷെ ഞാൻ പകുതി ഇവിടെ മാത്രം കുറച്ചുകൂടി ഇവിടെ അമ്മ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാക്കി അല്ലേ? അവക്ക് മാമാട്ടിക്കുട്ടി അമ്മയാണെന്ന് പറഞ്ഞിട്ട് വെട്ടിയതാണ്. അൽഷിബ കുഴിമന്തി. ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പോണത്. ഇത് ഭാരത് മാതാ കോളേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, വണ്ടികളൊക്കെ കണ്ടില്ലേ ഇവിടെ? നല്ലത് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല ഇവിടെ. വണ്ടി ഞങ്ങൾ കുറച്ച് അകലെയാണ് പാർക്ക് ചെയ്തത്. ഇതാണ് അൽഷിബ കുഴിമന്തി. നമ്മളുടെ വഴിയാണ്. അതിന് കുഴിമന്തി വന്നു അല്ലേ? ഇതാണ് ഹണി കുഴിമന്തി.
അല്ലേ? അൽഫാം. പാറു എങ്ങനെയുണ്ട്? പാറു അടിപൊളിയല്ലേ? കഴിച്ചു നോക്കിയേ. ആഹാ, അച്ഛൻ്റെ പൈനാപ്പിൾ വന്നു. അത്യാവശ്യം കൊണ്ടിട്ടുണ്ട് അല്ലേ? നോക്കട്ടെ പിന്നെ പൊന്തിച്ച്. എൻ്റെ അമ്മോ, ചിക്കൻ്റെ വലിയ പീസാണല്ലോ കിട്ടിയത് പാറുവിന്. പാറൂസേ അതത് കഴിക്കേ. അത്യാവശ്യം കൊണ്ടിട്ടുണ്ട് അല്ലേ? ആ, പക്ഷെ നമ്മൾ ഒരാൾ കഴിക്കുള്ള രണ്ടുപേര് കഴിക്കില്ലേ? പാറു തുടങ്ങിയല്ലോ. മയോണീസ് വേണ്ടേ? എരിവുള്ളത് കൊടുക്കണ്ടെന്നാ. മയോണീസ് എടുത്ത് നോക്കിയേ. അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് സൈഡിൽ വെച്ചിട്ട് കേട്ടാ. കൈയിടാൻ പാടില്ല കേട്ടോ, കൈയിടാൻ പാടില്ല. ഇതെനിക്കുള്ള ജ്യൂസ് ഞാൻ വെജായ കാരണം ഇവിടെ വെജൊന്നും ഇല്ല. ശരിക്കും ഈ വെജ് കുഴിമന്തിയൊക്കെ വേണ്ടതല്ലേ? ജ്യൂസ് സൂപ്പർ. ആഹാ, ഈ ചൂടത്ത് വന്നപ്പോഴേ ഈ തണുത്ത പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോൾ ഒരു മനസ്സിനെ ഒരു സമാധാനം. എങ്ങനെ ഉണ്ടായിരുന്നു പാറു? എവിടെ ചിക്കനൊക്കെ പോയോ? ചിക്കൻ അങ്ങോട്ട് എത്തിയോ? എന്ത് പറ്റി? അതിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ല് മാത്രമേ ബാക്കിയുള്ളൂ. പാറൂസേ ബാക്കിയൊക്കെ അവിടെ പോയി. ബാക്കിയൊക്കെ തിന്നാ? ആ, നല്ല ബ്ലോക്കല്ലേ. ഞങ്ങൾ എടപ്പള്ളി എത്തി, മന്തിയൊക്കെ കഴിച്ചു. പാറോ മന്തി എങ്ങനെ ഉണ്ടായിരുന്നു പാറോ? ഇഷ്ടപ്പെട്ടോ? പിന്നെ പാറോലും മന്തിയൊക്കെ കഴിച്ച് ഞങ്ങളിപ്പോൾ കലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എടപ്പള്ളി എത്തി. എടപ്പള്ളി ഭയങ്കര ട്രാഫിക്കാണ്, നല്ല ട്രാഫിക്കാണ്. റൂട്ടൊക്കെ തിരിച്ചു വിട്ടിട്ടുണ്ടോ അങ്ങനെ? എന്നാലും നല്ല ട്രാഫിക്കാണ്. അങ്ങനെ നമ്മൾ കലൂർ എത്തിയില്ലേ? ഭയങ്കര ട്രാഫിക്കാണ് കേട്ടോ. എടപ്പള്ളിയിൽ നിന്നും കലൂരിൽ നിന്നൊക്കെ നല്ല ട്രാഫിക്കാണ്. ഇപ്പോഴും ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇവിടുന്ന് മണപ്പറമ്പ് അല്ലേ? മണപ്പാട്ടിപ്പറമ്പ് റോഡാണ്. മണപ്പാട്ടിപ്പറമ്പ് റോഡിലാണ്. അത് ഇവിടുന്ന് തിരിയണം. ഇവിടുന്ന് റൈറ്റ് ആണ്. പക്ഷെ നല്ല തിരക്കാണ്. കലൂര് കഴിഞ്ഞിട്ടുള്ള റൈറ്റ് ആണ്. ആ, കലൂര് കഴിഞ്ഞിട്ടുള്ള റൈറ്റ് പറഞ്ഞതാ. ഈ റോഡാണ്. ഇതെവിടെയാണ്? ആക്ച്വലി 4 മണിക്കാണ് ഷോ. 4:05 ആയി. പോയി നോക്കട്ടെ. പോണ്ട സ്ഥലം. Your destination is on the left. അതാ ബോംബെ സർക്കസ്. അതാ ഉള്ളില് പാർക്കിംഗ് ഉണ്ട്. ആ, വണ്ടി അവര് തേരാമേരാന്നാണ് ഈ വണ്ടി വെച്ച കാരനെ മനസ്സിലാവുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആക്കി വെച്ച്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടോ. പാർക്കിങ്ങിന് 50 രൂപയാണ് കേട്ടോ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ ചാർജ്. ഇവിടെ നല്ല തിരക്കാണ്. ഇതാണ് നമ്മൾ മുംബൈ സർക്കസ്. देख सकते हैं देखिएगा ना कितनी टिकट दे दो बच्चों को टिकट है। हाँ मून वैसे वाले टिकट है ना। ठीक है स्कैन दे दो। 50 रुपये कितना 500 है कितना है? ഒരു ടിക്കറ്റിന് ഇവിടെ 150 റുപ്പീസ് ആണ്. പിന്നെ 300 ഉണ്ട് കേട്ടോ. 150 എടുക്കുന്നത്. और उसका 50 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. തുടങ്ങിയോ? ആ തുടങ്ങി. 5 മിനിറ്റായി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി പോയി നോക്കാം. പാർക്കിംഗ് നോക്കിയേ ഭയങ്കര. വായോ വായോ. മുകളിലെ ടിക്കറ്റാണ്. ഇതാ മുകളിലെ ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ പോവാം. ഇതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് ഇപ്പോൾ ബോംബെ സർക്കസിനുള്ളിൽ വന്നു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലേ?
4 बजे चालू होता है പറ ടിക്കറ്റ് പോക്കറ്റിലിട്ടെ. ഇതാ മോനെ 3 സീറ്റ്. ദിലിവേട്ടാ ഇവിടെ 3 സീറ്റ് ഇവിടെ ഇരിക്കല്ലേ. ഞങ്ങൾ സർക്കസ് തുടങ്ങി കേട്ടോ. ഞങ്ങൾ തുടങ്ങി 5 മിനിറ്റായി. നല്ല തിരക്കാണ് ഇവിടെ കേട്ടോ. ഇവിടെ അവിടെ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. ഇരിക്കാൻ പറ്റില്ല. പാടു ചെയ്യുന്നുണ്ട ഇവിടെ നോക്ക്. ടിക്കറ്റ് എന്താ നമ്മൾ ഇവിടെ നോക്ക്. വാവ്. അപ്പം ഞങ്ങള് കണ്ടു. ഞങ്ങള് ഇപ്പോൾ സർക്കസ് കണ്ടു, ബോംബെ സർക്കസ് കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഓർമ്മയും കൂടി ഇല്ല ഞാൻ എപ്പോഴാണ് പണ്ട് സർക്കസ് കണ്ടതെന്ന്. ഒരു ചെറിയ മിന്നായം പോലെ ഒരു ഓർമ്മയുള്ളൂ എപ്പോഴും കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് സർക്കസ് കാണുന്നത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അല്ലേ? അല്ലേ? മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണ്? മോളു പാറുവിന് ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടമായത്? അതിലെ ജോക്കറിനെയാണോ അതോ ചാടണതെയാണോ അതോ ഗൊറില്ലയാണോ? ഏതാ ഇഷ്ടപ്പെട്ട്? എന്താ നിനക്ക് അതിൽ ഏറ്റവും കൂടുതൽ വാട്ടറിനെയാണ് ഇഷ്ടപ്പെട്ട്?
ഡോഗിന്റെ ഡോഗിന്റെ അല്ലേ? ആ ഡോഗിന്റെ ഒന്നുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ഡോഗ് നമ്പർ എടുത്തുണ്ട്. ഓ ഓ ഓ ഓ ഓ ഒരു ബ്ലാക്ക് ഡോഗ് നമ്പർ എടുത്തോണ്ട് പോയില്ലേ? ആ. അതെ അതെ. തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം അല്ലേ? ഇത് ജനുവരി 27 വരെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 3 ഷോ ആണ്. 1 മണിക്കും 4 മണിക്കും പിന്നെ വൈകുന്നേരം 7 മണിക്കും. ഇതിന് ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 150 രൂപ ബാക്കില്, 300 രൂപ ഫ്രണ്ടില്. അപ്പോൾ ഞങ്ങള് 150 എടുത്ത് കുറച്ച് ബാക്കിലായിരുന്നു. എന്നാലും അത്യാവശ്യം കാണാനൊക്കെ പറ്റി അല്ലേ? നന്നായിട്ട് എൻജോയ് കാണാനൊക്കെ പറ്റി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ്മെന്റ്സ് ഒക്കെ വരും അല്ലേ? അതായിരുന്നു മെയിൻ. 5 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം വരും, പെപ്സി വരും, ലേസ് വരും, ഐസ്ക്രീം വരും, പഞ്ഞിമിഠായി ഒക്കെ വരും, പോപ്കോൺ ഒക്കെ വരും. അപ്പൊ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അപ്പൊ ഇത് ഞങ്ങളൊരു ചെറിയ വീഡിയോ, കുറച്ച് ദിവസം ഗ്യാപ്പായി പോയി വീഡിയോ ഇടാൻ. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആഴ്ചയിൽ ഒരു 3 വീഡിയോകൾ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ വർക്കും ഇതൊക്കെ ഉള്ള കാരണം അങ്ങോട്ട് സമയം കിട്ടുന്നില്ല അല്ലേ ലിമോ? അപ്പൊ ഇത് ചെറിയ ഞങ്ങളുടെ വീഡിയോ ആണ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ബൈ.